ഹലോ, വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഏത് പരീക്ഷയായാലും അതിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏത് പരീക്ഷ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, ഏത് പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ, ഇത്തരം ചോദ്യങ്ങൾ വളരെയധികം കൂടുതലായിട്ട് ആവർത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ചോദ്യം, 18 വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങളിൽ പെട്ടുകഴിയുന്ന കുട്ടികൾക്കുള്ള കേരള സർക്കാരിന്റെ ചികിത്സാ സഹായ പദ്ധതി താലോലം എന്ന പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങളിൽ പെട്ടുകഴിയുന്ന, മാരക രോഗങ്ങൾ എന്നുള്ളത് എടുത്ത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാരിന്റെ ഒരു ചികിത്സാ സഹായ പദ്ധതിയുണ്ട്. അതാണ് താലോലം എന്നുള്ള പദ്ധതി. ഓക്കെ, ആരോഗ്യക്ഷേമ പദ്ധതികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് നോക്കി പോകേണ്ടതാണ്. ഇനി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സഹായം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരോഗ്യ കിരണമാണ്. ഓക്കെ, മാരക രോഗങ്ങളാണെങ്കിൽ താലോലമാണ്. അതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ, ഈ രണ്ടാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം ആരുടെ സംഘടനയാണ്? ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദന്റെ സംഘടനയാണ്. ഇതുപോലെ തന്നെ ഒരുപാട് നവോത്ഥാന നായകര് അവരുടെ പ്രധാനപ്പെട്ട സംഘടനകൾ ഇതൊക്കെ ചോദിക്കാറുണ്ട്. കുറച്ച് പറയാം. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ്, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. SNDP നമുക്കറിയാം അല്ലെ, ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എപ്പോഴും ചോദിക്കുന്നതാണ്, പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സംഘടനകൾ അതൊക്കെ ഒന്ന് നോക്കി പോവുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. ഓരോന്നിന്റെ യൂണിറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കാറുള്ളതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. ഇനി പവറിന്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രവൃത്തി നിരക്കിന്റെ യൂണിറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടാണ്. ഓക്കെ, പ്രവൃത്തി നിരക്ക് എന്ന് പറയുന്നത് പവറാണ്. അതുപോലെ പവറിന്റെ യൂണിറ്റ് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, വാട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ് പ്രഷർ, മർദ്ദം, പാസ്കലാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം യൂണിറ്റുകൾ, അളവുകൾ, യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്സിലെ എട്ടാം ക്ലാസ്സുകാരുടെ ഒരു യൂണിറ്റും കൂടിയാണ്, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു പഠിക്കുക. ഇനി അടുത്ത ചോദ്യമാണ്, മൗലിക അവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശം എടുത്തു മാറ്റിയ ഭരണഘടനാ ഭേദഗതി. 1000 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലില്ലാത്ത ഈ ഒരു ചോദ്യം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കില്ല. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മൗലിക അവകാശങ്ങൾ നിലവിൽ വരുന്ന സമയത്ത്, ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 6ാമത് നിന്നിരുന്നത് ഏതായിരുന്നു? സ്വത്തവകാശമായിരുന്നു. 31ാമത്തെ ഇതിലായിട്ടാണ് വന്നിരുന്നത്. അത് 44ാം ഭേദഗതി 1978 സ്വത്തവകാശത്തെ എടുത്തു മാറ്റി. ഇപ്പോൾ സ്വത്തവകാശം എന്ന് പറയുന്നത് ലീഗൽ റൈറ്റ് ആണ്. അതോടൊപ്പം തന്നെ മൗലികാവകാശങ്ങൾ ഇപ്പോൾ എത്രണ്ണാണുള്ളത്? 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി 5ാമത്തെ ചോദ്യമാണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യത്തെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ സ്ഥിരമായിട്ടുള്ള അധ്യക്ഷൻ. താൽക്കാലിക അധ്യക്ഷൻ എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം മാറി, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യത്തെ സ്ഥിരമായിട്ടുള്ള അധ്യക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്നാൽ താൽക്കാലിക അധ്യക്ഷനായത് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സമിതി എപ്പോഴും ചോദിക്കാറുണ്ട്, എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരുപാട് കമ്മിറ്റികൾ, സബ് കമ്മിറ്റികൾ, മേജർ കമ്മിറ്റിയും മൈനർ കമ്മിറ്റി ആയിട്ട് കുറേയധികം കമ്മിറ്റികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മുടെ ഭരണഘടനയുടെ ശില്പി തന്നെയാണ് BR അംബേദ്കർ. അദ്ദേഹത്തിന്റെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, 7ാമത്തെ ചോദ്യം ജീവകങ്ങളെ കുറിച്ചുള്ള ഒരു ഏരിയയിൽ നിന്നാണ്. ഏത് ജീവകത്തിന്റെ അഭാവമാണ് നിശാന്തതയ്ക്ക് കാരണം? നമുക്കറിയാം അല്ലെ, കണ്ണിന്റെ ഒക്കെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇതാണ് വൈറ്റമിൻ A. വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടാണ് നിശാന്തത ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ബെറിബെറി വിറ്റമിൻ B ആണ്. ഓക്കെ, B1 ബെറിബെറി ആണ്, അതെപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. പിന്നെ വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടാണ് സ്കർവി എന്നുള്ള ഡിസീസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിക്കറ്റ് ഉണ്ടാവുന്നത് വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ടാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ എപ്പോഴും ആവർത്തിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. ഇനി വന്ധ്യതയ്ക്ക് കാരണം വൈറ്റമിൻ ഇയുടെ ഇതാണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണതൊക്കെ വൈറ്റമിൻ E ആണ്. അതും കൂടി ശ്രദ്ധിച്ചു പോവാ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. വൈറ്റമിൻസ് വളരെയധികം എപ്പോഴും റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ആണ്.
പിന്നെ എന്താണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്, വൈറ്റമിൻ കെ ആണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ്, വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ാം തീയതിയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. 6 അധ്യായങ്ങള് 31 വകുപ്പുകളൊക്കെ ആയിട്ടാണ് ഉള്ളത്. അതുപോലെ 2 ഭാഗങ്ങളാണ് വിവരാവകാശ നിയമത്തിനുള്ളത്. മസൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സംഘടന എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഇതിന്റെ ഈ ഒരു വിവരാവകാശം ഈ ഒരു നിയമം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രേരകമായിട്ട് നിന്നിട്ടുള്ള ഒരു സംഘടന. ഓക്കെ, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നും അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? വിവരാവകാശ നിയമമാണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 അതാണ് നമ്മുടെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് 1997 നമ്മുടെ തമിഴ്നാട്ടില് വിവരാവകാശ നിയമം ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് പാസ്സാക്കിയിട്ടുള്ള ആദ്യ കേരള സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? തമിഴ്നാടാണ്. 1997 എന്നാൽ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ ആദ്യമായിട്ട് വന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഇനി 9ാമത്തെ ചോദ്യം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങൾ സെറിബ്രം, സെറിബെല്ലം, അതുപോലെ മെഡുല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്, തലാമസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് അതുപോലെ തന്നെ എന്താണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ സെറിബെല്ലമാണ്. അതുപോലെ തന്നെ എന്താണ് ആൽക്കഹോളൊക്കെ ബാധിക്കുന്നത് സെറിബെല്ലത്തിനെയാണ്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ വീഴാണ്ട് നമ്മളെ ബാലൻസ് ആയിട്ട് നടത്തുന്നതും തന്നെയാണ്? സെറിബെല്ലം തന്നെയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഏറ്റവും വലിയ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ചോദിച്ചാൽ സെറിബ്രമാണ്. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് അതേതാണ്? സെറിബ്രമാണ്. ഇനി അനൈച്ഛിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കമാണ് ചോദിച്ചാൽ അത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തലാമസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി 10ാമത്തെ ചോദ്യം, 10 മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി 42ാം ഭേദഗതി 1976 നമുക്കറിയാം നമ്മുടെ മൗലിക കടമകൾ 10 എണ്ണാണുള്ളത്. അത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഇപ്പോ 11 മൗലിക കടമകൾ ഉണ്ട് എങ്കിലും ആദ്യത്തെ 10 മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതി 1976 11ാമത്തെയാണ് വിദ്യാഭ്യാസ അവകാശം. വിദ്യാഭ്യാസം കുട്ടികൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് ആ ഒരു കടമ അതുമായിട്ട് ബന്ധപ്പെട്ടത് 11ാമതാണ്. അത് 86ാം ഭേദഗതിയിലാണ് ഉള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് 10 ചോദ്യങ്ങൾ. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.